ശബരിമല സന്നിധാനത്തെ കുടിമര പുനഃപ്രതിഷ്ഠ ദേവപ്രശ്ന വിധി പ്രകാരം എന്ന് സ്ഥിരീകരിക്കുന്ന രേഖകൾ ശേഖരിച്ച SIT. കുടിമരം മാറ്റാൻ കാരണമായത് അനധികൃതമായി പെയിന്റ് അടിച്ചതും ജീർണതയും കാരണമെന്ന് വ്യക്തമാക്കുന്ന ദേവപ്രശ്ന ചാർട്ട് 24-ന് ലഭിച്ചു. പുനഃപ്രതിഷ്ഠയ്ക്ക് നിർദ്ദേശിച്ചത് UDF സർക്കാർ നിയോഗിച്ച ഗോവിന്ദൻ നായർ പ്രസിഡന്റായുള്ള ബോർഡാണ്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ബോർഡാണ് തീരുമാനം നടപ്പാക്കിയെന്നും രേഖകൾ പറയുന്നു. ഷഫീദ് റാവത്ത് വിവരങ്ങളും ചെയ്യുന്നു. ഷഫീദ്, നേരത്തെ ഈ വാജിവാഹനത്തിന്റെ കാര്യത്തിലും കുറച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഹൈക്കോടതിയുടെ അനുമതിയോടെ കൊടുത്തതാണ് എന്ന് തെളിയിക്കുന്ന ഹൈക്കോടതി രേഖകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ഈ കുടിമര പ്രശ്നവും അതിൽ SITക്ക് ഒരു ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള രേഖകളാണിത്, അല്ലേ? കശ്മീർ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് SIT പറയുന്നത്. അതായത് വാജിവാഹന കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു പൂർണ്ണ ക്ലീൻ ചിറ്റ് SITയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇടക്കാല റിപ്പോർട്ട് നൽകിയതിനു ശേഷവും ഈ കൊടിമര പുനഃപ്രതിഷ്ഠയും SITയുടെ അന്വേഷണ പരിധിയിൽ ഉണ്ട് എന്ന് കോടതി വ്യക്തമാക്കിയതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റി സ്ഥാപിക്കാൻ ഇടയാക്കിയത് കൊടിമരത്തിലെ അനധികൃതമായി പെയിന്റ് അടിച്ചതും ജീർണതയുമാണ് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് ദോഷമെന്ന ദേവപ്രശ്നത്തിൽ കണ്ടതോടെയാണ് കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് വഴി തുറന്നത്. ഇത് തെളിയിക്കുന്ന നിർണായക ദേവപ്രശ്ന ചാർത്താണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കൊടിമരത്തിന്റെ മുകളിൽ ലേപന പ്രക്രിയ ചെയ്തിരിക്കുന്നത് ദോഷമാണ്, ജീർണത ലക്ഷണമുണ്ടെന്നുമാണ് ചാർട്ടിൽ പറയുന്നത്. നമുക്കിപ്പോൾ ലഭിക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ചാർട്ടിൽ പറയുന്നത്. അതിനാൽ കോൺക്രീറ്റ് കൊടിമരം മാറ്റി തടി കൊണ്ടുള്ള പുതിയ കൊടിമരം സ്ഥാപിക്കണമെന്ന് ദേവപ്രശ്നത്തിൽ നിർദ്ദേശിക്കുകയായിരുന്നു. ചെറുവള്ളി നാരായണൻ നമ്പൂതിരി, കൂറ്റനാട് രാവുണ്ണി പണിക്കർ, തൃക്കുന്നപ്പുഴ ഉദയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ദേവപ്രശ്നം. ഈ ദേവപ്രശ്നം നടന്നത് 2014 ജൂൺ 18-നാണ്. അതായത് പറഞ്ഞാൽ 2014 ദേവസ്വം ബോർഡാണ് കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് നിർദ്ദേശിച്ചത്. അന്ന് UDF സർക്കാർ നിയോഗിച്ച ഗോവിന്ദൻ നായർ പ്രസിഡന്റായിട്ടുള്ള ബോർഡായിരുന്നു ആ സമയം ഉണ്ടായിരുന്നത്. അവരാണ് 2014 ജൂൺ 18-ന് ഈ ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടിമര പുനഃപ്രതിഷ്ഠ എന്നുള്ള തീരുമാനം എടുക്കുന്നത്. അതിന് പിന്നാലെ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റും അജയ് തറയിലും അടങ്ങിയ ബോർഡാണ് ഈ കൊടിമര പുനഃപ്രതിഷ്ഠ നടപ്പാക്കിയത് എന്നുള്ളതും ശ്രദ്ധേയം. ഏതായാലും ഇക്കാര്യത്തിലെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളടക്കം SIT പരിശോധിക്കും. പ്രത്യേകിച്ച് സംഭാവന ഈ അനുജ്ഞ, ദേവപ്രശ്നം തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മുടെ ഈ BNSS IPC അല്ലെങ്കിൽ ആ നിയമപ്രകാരമൊക്കെ അതിലെ അന്വേഷണവും പരിശോധനയൊക്കെ അതിന് പരിമിതി ഉണ്ടല്ലോ. അപ്പൊ അതിലൊക്കെ അന്വേഷണം പോവോ ഷഫീദ്? അഷ്മി, ഇക്കാര്യത്തിൽ പൂർണ്ണമായ അന്വേഷണമാണ് ലക്ഷ്യം വെക്കുന്നത്. അതിൽ ഈ പറയുന്ന വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറത്തേക്ക് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം ഈ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് ദേവപ്രശ്നം വരുന്നു. ആ ദേവപ്രശ്നം ചാർട്ടായി എഴുതി നൽകുന്നു. 3 നമ്പൂതിരിമാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം അത് അന്നത്തെ ദേവസ്വം ബോർഡ്, അതായത് 2014 UDF സർക്കാർ നിയോഗിച്ച MP ഗോവിന്ദൻ നായർ പ്രസിഡന്റ് ആയിട്ടുള്ള ദേവസ്വം ബോർഡ് അതിനെ നിർദ്ദേശിക്കുന്നു. പിന്നാലെ വന്ന പ്രയാർ ഗോപാലകൃഷ്ണ ബോർഡ് അത് നടപ്പിലാക്കുന്നു. പക്ഷേ അങ്ങനെ നടപ്പിലാക്കുമ്പോൾ സാങ്കേതികമായി ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ അക്കാര്യത്തിൽ നടന്നിട്ടുണ്ടോ, സാമ്പത്തികമായിട്ടുള്ള പണപ്പിരിവ് ഉണ്ടായിട്ടുണ്ടോ, ഇതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കാനാണ് നിലവിൽ ഇപ്പോൾ SIT തീരുമാനിച്ചിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ രേഖകൾ SIT പരിശോധിച്ചു വരുന്നതും. ഹഷ്മി, ഓക്കെ. അപ്പം എന്തായാലും സകല 20 വർഷത്തെ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ഇടക്കാല ഉത്തരവിൽ കോടതി പറയുന്നത് ഇത് ചെറിയ പരിപാടിയല്ല, ഇത് കാലാകാലങ്ങളിൽ നടക്കുന്ന വലിയ മാരകമായ കൊള്ള അതിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പണ്ടോരപ്പെട്ട് തുറക്കലാണ് എന്ന് കോടതി പറയുന്നു. ഹോണസ് നെസ്റ്റ് തുറക്കൽ എന്ന വാക്ക് ഉപയോഗിക്കുകയാണ് അതിനകത്ത്. അപ്പോൾ അതിലെല്ലാ കാലത്തും അന്വേഷണം നടക്കട്ടെ. ഈ പറയുന്ന ദേവപ്രശ്നം, ഇപ്പോൾ അവിടെ കുടിമര പ്രതിഷ്ഠ നടക്കാനുള്ള കാരണം ദേവപ്രശ്നമാണെന്നും അതിൽ വന്ന ഈ പറഞ്ഞ വിവരങ്ങളാണ് എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടിയും അതിൽ മറ്റെന്തെങ്കിലും ക്രമക്കേടുണ്ടോ എന്ന കാര്യമടക്കം അന്വേഷിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.